വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ശ്രുതി പണം കൊടുത്തതിൻ്റെ 5-ാം ദിവസമാണ് കിരൺ കൊല്ലപ്പെട്ടത്. ഈ 5 ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും ഷൺമുഖന്റെ നമ്പറിലേക്ക് കിരൺ ഫോൺ ചെയ്തതായി റെക്കോർഡ്സ് ഇല്ല. ശ്രുതി കൊടുത്ത രൂപ ഷൺമുഖന്റെ കയ്യിൽ എത്തിയിട്ടുമില്ല. എന്നിട്ടും പണത്തിന് വേണ്ടി ഒരിക്കൽ പോലും ഷൺമുഖൻ ശ്രുതിയെ വിളിച്ചിട്ടുമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? പണം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. കിരണിന്റെ കയ്യിലോ? യെസ്. ഷൺമുഖൻ വെറും സഹായിയാണ്. കിരൺ അറിയാതെ ഈ ഫോട്ടോ ഒരിക്കലും ഷൺമുഖന്റെ കയ്യിലെത്തില്ല. ഇതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ കിരണാണ്. അത് ഡോക്ടർക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. ഐ എം ഷുവർ ഹി ഈസ് എ കില്ലർ. ആ സംശയം നമ്മൾ അവരെ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രശ്നത്തെ ഡോക്ടറും ഭാര്യയും എങ്ങനെ നേരിടുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഡോക്ടറാണ് കൊല ചെയ്തതെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടെങ്കിൽ ഡോക്ടർ അത് നശിപ്പിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാൻ അയാൾ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കും. അതിൽ നിന്നാണ് അയാളെ കൊടുക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുള്ള വല നമ്മൾ വിരിച്ചു കഴിഞ്ഞു. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, കാത്തിരിക്കുക. ഡോക്ടർ എന്തെങ്കിലും അതിബുദ്ധി കാണിക്കും വരെ കാത്തിരിക്കുക. ബൈ ദ വേ, മീര അവരെ ക്വസ്റ്റ്യൻ ചെയ്തത് എക്സലന്റ് ആയിരുന്നു. താങ്ക് യു സർ. എത്ര ഭംഗിയായിട്ടാ ശ്രുതിയെ ബ്രേക്ക് ഡൗൺ ചെയ്തത്. മീര, യു ആർ ഗുഡ്. ഞാൻ ക്രെഡിറ്റ് തരിക സാറിന്റെ ട്രെയിനിങ്ങിന്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് എന്താണെന്നറിയോ? തോൽവി. ഇതുവരെ അന്വേഷിച്ച ഒരു കേസിലും ഞാൻ തോറ്റിട്ടില്ല. ഈ കേസിലും നമ്മൾ തോൽക്കാൻ പാടില്ല. സർ പ്ലീസ് ഓർഡർ. 1 വെജ് ക്ലിയർ സൂപ്പ്. ഓക്കെ. എനിക്കും. ഓക്കെ ഓക്കെ സർ. സർ, ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ? ഷൂട്ട്. സാർ എന്താ കല്യാണം കഴിക്കാത്തെ? പറ്റിയ ആളെ കിട്ടിയില്ല, അത്രേ ഉള്ളൂ. എങ്ങനത്തെ ആളെയാ നോക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും അധികം വെറുക്കുന്നത് തോൽവിയാണ്. ഞാൻ തോൽക്കുമ്പോൾ ആ തോൽവിയിലും വിജയം കാണിച്ചു തരുന്ന ഒരു പെണ്ണിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. എന്താ ഇത് എന്നോട് നേരത്തെ പറയാതിരുന്നത്? ഞാനത് എങ്ങനെ പറയും? പറഞ്ഞ പിന്നെ ഡോക്ടർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എൻ്റെ സ്നേഹത്തിന് അങ്ങനെയാണോ നീ മനസ്സിലാക്കിയത്? നീ പറഞ്ഞില്ലെങ്കിലും അയാളുമായുള്ള നിന്റെ ബന്ധം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ. എല്ലാം മനസ്സിലാക്കിയിട്ട് എന്നോട് എന്തോന്നും ചോദിക്കാതിരുന്ന്. അങ്ങനെ പോലും നിന്നെ വേദനിപ്പിക്കാൻ തോന്നിയില്ല. അയാൾ എന്തെങ്കിലും ചെയ്തോ? അതേക്കുറിച്ച് നമ്മൾ യാതൊന്നും സംസാരിക്കണ്ട. മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം. പണം കൊടുത്ത് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ കൊണ്ടൊന്നും തന്നില്ല. ആൻഡ് ഹി പെയ്ഡ് ഫോർ ഇറ്റ്. പോലീസ് നമ്മുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. ഈ കാര്യത്തെക്കുറിച്ച് ഇനി നമ്മൾ ഒരു അക്ഷരം പോലും വിട്ടരുത്. ഫോണിലോ നേരിട്ടോ ഒന്നും. മനസ്സിലായോ? സർ, ആ ഷൺമുഖന്റെ ഫോൺ റെക്കോർഡ്സ് ട്രേസ് ചെയ്തു. ബ്ലാക്ക് മെയിലിംഗിന് ശേഷം പിന്നീട് ഒരിക്കലും അയാൾ ആ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അയാൾ നശിപ്പിച്ചിട്ടുണ്ടാവും. സർ, പോസ്റ്റ്മോർട്ടത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നു. കൊല നടത്തിയത് കത്തി ഉപയോഗിച്ചല്ല, തലയിൽ കയറിയ ബുള്ളറ്റ് മരണ കാരണം. തോക്ക് ഉപയോഗിച്ചാണ് കൊല നടത്തിയെങ്കിൽ കൊലയാളിക്ക് കിരണിന്റെ അത്രയും ശക്തി വേണമെന്നില്ല. ഡോക്ടറെ പോലെ ശക്തി കുറഞ്ഞ ഒരാൾ. മാത്രമല്ല, കിരണിന്റെ തലയിൽ വെടിവെച്ചിരിക്കുന്നത് സർജിക്കൽ പ്രിസിഷനോടെയാണ്. എന്നുവെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ മരണം ഉറപ്പുവരുത്താവുന്ന സ്പോട്ടിലാണ് കൃത്യമായി വെടിവെച്ചിരിക്കുന്നത്. ആ സ്പോട്ടിൽ വെടികൊണ്ടാൽ വെടിയേറ്റയാൾ ഒരു ഞരക്കം പോലും കേൾപ്പിക്കാതെ മരിച്ചു വീഴും. അത്ര പെട്ടെന്നായിരിക്കും മരണം. തലയ്ക്ക് പിന്നിലെ ആ സ്പോട്ട് ഇത്ര കൃത്യമായിട്ട് അറിയാൻ ഒരു ഡോക്ടർക്കല്ലാതെ മറ്റാർക്കാ കഴിയുക? ആ സ്പോട്ടിൽ തന്നെ വെടിവെക്കേണ്ടത് ഡോക്ടറുടെ ആവശ്യമായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് കിരൺ മരിച്ചില്ലെങ്കിൽ അയാൾ ബഹളം വയ്ക്കുകയോ തിരിച്ചാക്രമിക്കുകയോ ചെയ്യും. ഡോക്ടർ കുഴപ്പത്തിലാവുകയും ചെയ്തേനെ. കമോൺ. തീപ്പെട്ടി വാങ്ങുന്ന പോലെ കടയിൽ ചെന്ന് വാങ്ങാവുന്ന ഒന്നല്ല ബുള്ളറ്റ്. തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ളവർക്കേ ബുള്ളറ്റ് വാങ്ങാൻ പറ്റൂ. അത് ചെക്ക് ചെയ്തു സർ. ഡോക്ടർക്ക് ലൈസൻസ് ഉള്ള തോക്കുണ്ട്. കിരണിന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റിന്റെ സെയിം ബോർ തന്നെയാണ് ഡോക്ടറുടെ തോക്കിനും. ഇപ്പൊ എങ്ങനെയുണ്ട്? ആവശ്യത്തിന് പണവും സ്വാധീനവും ഉള്ള ഒരു ഡോക്ടർ, അയാളുടെ ഭാര്യയ്ക്ക് ഒരു മുൻ കാമുകൻ. ആ ബന്ധം വെച്ച് ഡോക്ടറുടെ ഭാര്യയെ അയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഒരു ദിവസം അയാൾ കൊല്ലപ്പെടുന്നു. മരണത്തിന് കാരണമായ ബുള്ളറ്റ് വൂണ്ടിന് ഒരു സർജിക്കൽ പ്രിസിഷൻ. കൊല നടന്നത് രാത്രി 10 മണിക്കും 2 മണിക്കും ഇടയിൽ. ആ സമയത്ത് ഡോക്ടർ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഡോക്ടറാണ് ഇപ്പോൾ പ്രൈം സസ്പെക്ട്. കൊല നടന്ന ദിവസം ഡോക്ടർ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തതായി നമുക്കറിയാം. കൊല നടന്നതിന്റെ പിറ്റേ ദിവസം ഡോക്ടർ ആ 10 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുമുണ്ട്. അപ്പോൾ കിരണിന് 10 ലക്ഷം രൂപ ഓഫർ ചെയ്ത് ആ പ്രശ്നം ഒതുക്കാനാവും ഡോക്ടർ ശ്രമിച്ചത്. പക്ഷെ കിരൺ സമ്മതിച്ചു കാണില്ല. വേറെ നിവൃത്തിയില്ലാതെ ഡോക്ടർ അയാളെ കൊന്നു. മിക്കവാറും ഇതാവും സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം നമുക്ക് കിട്ടിയ എല്ലാ തെളിവുകളെയും ബന്ധിപ്പിക്കാവുന്ന ഒരേ ഒരു തിയറിയാണിത്. അങ്ങനെയാണെങ്കിൽ ഈ രൂപ എടുത്തതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താവും പറയാനുണ്ടാവുക? നമുക്ക് ചോദിക്കാം.
കാർ വാങ്ങാനാണ് ഞാൻ രൂപ എടുത്തത്. പിന്നെന്താ വാങ്ങാതിരുന്നത്? അതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു. അത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഡോക്ടർക്കൊരു തോക്കില്ലേ? ആ ഉണ്ട്. അതൊന്ന് കാണിക്കാവോ? ആ ആ ഇതിന് കുറച്ച് വെള്ളം തരുമോ? സർ, ഡോക്ടർക്ക് എന്തിനാ തോക്ക്? സർ ഞാൻ റൈഫിൾ ക്ലബിലെ മെമ്പറാണ്. ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നേരത്തെ ചെയ്യുമായിരുന്നു, ഇപ്പം അതിനുള്ള സമയമില്ല. ഞാൻ ഈ MDക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് ഏറ്റവും ഒടുവിൽ എന്നാ ഉപയോഗിച്ചത്? ഒരു 6 മാസമായി കാണും. ഇത് 2 ദിവസം കഴിഞ്ഞ് തന്നാ പോരെ? ഷോ, യു ക്യാൻ ടേക്ക് ഇറ്റ്. ഗുഡ്. താങ്ക്സ്. See you. ഇതിൽ ഡോക്ടറുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്, ഇതിൽ ശ്രുതിയുടെയും. പിന്നെ ആ ബുള്ളറ്റ് ഈ തോക്കിൽ നിന്നാണോ ഫയർ ചെയ്തതെന്ന് നോക്കണം. ഉണ്ടായതെല്ലാം ശ്രുതി ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ ഒറ്റക്കെട്ടായി ഡിഫെൻഡ് ചെയ്യുന്ന കണ്ടില്ലേ? അതുകൊണ്ട് ഇനി നമ്മൾ ചോദിച്ചാൽ അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടില്ലെന്നേ അവർ പറയൂ. പക്ഷെ ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന് ശ്രുതി തന്നെ സമ്മതിച്ചതല്ലേ? അത് പ്രതിയുടെ സ്റ്റേറ്റ്മെന്റാ. കോടതിയിൽ അതിന് യാതൊരു വിലയുമില്ല. ശ്രുതി പറഞ്ഞ തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവ് നമ്മൾ കണ്ടെത്തണം. എങ്കിലേ നമ്മുടെ വാദം കോടതി അംഗീകരിക്കൂ. എന്ന് വെച്ചാ ഇപ്പൊ ഈ ബ്ലാക്ക് മെയിലിംഗ് നടന്നു എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പോലീസിന്റെ അന്വേഷണം എനിക്ക് ചുറ്റും ടൈറ്റായിട്ട് വരിക. അതെനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. പോലീസിനെന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരിങ്ങനെ നമ്മുടെ ചുറ്റും വട്ടമിട്ട് നടക്കുന്നത്. ബോഡി പോലീസിന് കിട്ടിക്കാണോ? ബോഡി കിട്ടിയിരുന്നെങ്കിൽ TV-ലൊക്കെ ന്യൂസ് വരില്ലായിരുന്നു. പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞാലോ? അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല. ആ ഷൺമുഖൻ ഇനിയും ബ്ലാക്ക്മെയിൽ ചെയ്യും. അവൻ വീഡിയോ പുറത്തുവിട്ടാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഷൺമുഖൻ പണത്തിന് വേണ്ടി മാത്രമേ ഇതൊക്കെ ചെയ്തത്. ചോദിക്കുന്ന കാശ് കൊടുത്താൽ അവൻ ആ CDs ഫോട്ടോസൊക്കെ തിരിച്ചു തരും. നമുക്ക് ആ വഴിയൊന്ന് ശ്രമിച്ചു നോക്കാം. ക്യാഷ് എടുത്തത് ഞാൻ തന്നെയാണ്. എന്തിനാണെന്നാ പറഞ്ഞേ? പുള്ളി കാറ് വാങ്ങാനാണ് ക്യാഷ് എടുത്തത്. പക്ഷെ കാറ് വാങ്ങിച്ചില്ല. നെക്സ്റ്റ് ഡേ ക്യാഷ് തിരികെ ഡെപ്പോസിറ്റ് ചെയ്തു. എന്താ കാരണം പറഞ്ഞേ? പുള്ളി ഉദ്ദേശിച്ച കാറിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നാ പറഞ്ഞേ. ഇസ് ദർ എനി പ്രോബ്ലം മാം? ഏയ്, അവരുടെ സാമുവൽ ഗ്രൂപ്പ് ഇൻകം ടാക്സ് വെട്ടിച്ചോന്നൊരു സംശയം. താങ്ക് യു. വെൽക്കം മാം. ശരിയാണ് സർ, ഈ പർട്ടിക്കുലർ മോഡലിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വാങ്ങാതിരുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. ഇവിടെ ഫുൾ പേയ്മെൻറ്റ് ക്യാഷ് ആയിട്ട് തന്നാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഉണ്ട് സർ, 5%. ഓക്കെ. ഓക്കെ സർ. പണത്തിന് വേണ്ടിയല്ല നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. പണം തരാൻ ഞങ്ങൾ തയ്യാറാണ്. നമുക്കിത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തൂടെ? നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? കിരൺ പറഞ്ഞു നിങ്ങൾ ആരാണെന്ന്. എൻ്റെ ഭാര്യ കിരണുമായിട്ട് സംസാരിച്ചിരുന്നു. പണം തന്നാൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് കിരൺ വാക്ക് തന്നിരിക്കുന്നത്. പണം തരാൻ വേണ്ടിയിട്ട് ഞാൻ അയാളെ കുറേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. കിരൺ എവിടെയാണ്? ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കാശ് എനിക്ക് തന്നാൽ മതി. കിരൺ വരുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞോളാം. അതൊക്കെ, പക്ഷെ വേറെ ആരും ഇതറിയാൻ പാടില്ല. ഇത് പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന നാണക്കേട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആർക്കൊരു സംശയമില്ലാത്ത രീതിയിൽ വേണം ഇത് സെറ്റിൽ ചെയ്യാൻ. ഒരു കാരണവശാലും ഫോണിൽ ഈ വിഷയം സംസാരിക്കരുത്. പിന്നെ എങ്ങനെ കാര്യം നടക്കും? അതിന് വഴിയുണ്ട്. നിങ്ങളെന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ടാൽ മതി. നാളെ വൈകുന്നേരം എന്നെ കാണാൻ വരുന്നൊരു രോഗിയായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണം. പേര് രജിസ്റ്റർ ചെയ്ത് ചാർട്ട് എടുക്കണം. അപ്പോൾ ആർക്കും സംശയം തോന്നില്ല. അവിടെ വെച്ച് ഞാൻ ക്യാഷ് തരാം. എല്ലാം ഓക്കെ ആണെങ്കിൽ നാളെ വൈകിട്ട് നിങ്ങളെ ഞാൻ ഫോണിൽ വിളിക്കാം. എന്നിട്ട് വന്നാൽ മതി. പഴയ നമ്പറിൽ വിളിച്ചെന്നെ കിട്ടില്ല. ഞാൻ വേറൊരു നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി. പറഞ്ഞു. 9526 375 482. വിനായകൻ, അതാണോ നിങ്ങളുടെ ശരിക്കുള്ള പേര്? ശരി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അടുത്ത കാലത്തൊന്നും അയാൾ ഈ തൂക്കം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിൽ പറ്റിരിക്കുന്ന വെടിമരുന്നിന്റെ അംശവും വളരെ പഴയതാ. ഇത് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് നാളായി. മാത്രമല്ല, റൈഫിൾ മാർക്സ് ഇല്ലാത്ത ബുള്ളറ്റാണ് കിരണിന്റെ തലേന്ന് കിട്ടിയത്. അതെങ്ങനെ സംഭവിക്കും? എല്ലാ ബുള്ളറ്റിലും റൈഫിൾ മാർക്സ് ഉണ്ടാവില്ലേ? സാറിന് അറിയാലോ, ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന തോക്കിന്റെ കുഴലിൽ മാത്രമേ പൊഴികൾ ഉണ്ടാവൂ. അത്തരം തോക്കിന് മാത്രമേ ബുള്ളറ്റിൽ റൈഫിൾ മാർക്സ് ഉണ്ടാക്കാൻ പറ്റൂ. എന്ന് വെച്ചാ പൊഴികളില്ലാത്ത ഒരു തോക്കായിരിക്കും കൊലയാളി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു നാടൻ തോക്ക്. ഒരു നാടൻ തോക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും അധോലോക ബന്ധം ഉണ്ടാവണം. അല്ലാതെ വെറുതെ ചെന്ന് ചോദിച്ചാലൊന്നും
ഒരു കൊല്ലനും തോക്കുണ്ടാക്കി തരില്ല. ഡോക്ടർ ഒരുപക്ഷെ ഒരു വാടക കൊലയാളി ഉപയോഗിച്ചിട്ടുണ്ടാവാം. പേയ്മെന്റ് കൊടുത്തത് മറ്റൊരു രീതിയിലായിരിക്കും. ഹലോ ഹലോ വിനായക, അതെ. ഞാൻ ഡോക്ടർ അരുൺ. ആ. ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ വരാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ വന്നോളൂ. ഞാൻ അപ്പോയിൻമെന്റ് തരാം. അങ്ങനെ ആവട്ടെ. ശരി. കെ വിനായകനല്ലേ? ഏത് ഡോക്ടറെ കണ്ടേ? അരുൺ ജേക്കബ്. അരുൺ ജേക്കബ്. ഡോക്ടറെ കാണണ്ടേ? ഡോക്ടർ വിൽസൺ ചെറിയാനോ? ഇതവിടെ കൊടുത്താൽ മതി കേട്ടോ. ടോക്കൺ നമ്പർ 31. വിനായകൻ, ആ അകത്തേക്ക് ചെന്നോളൂ. വലിയ എമൗണ്ട് ആയതുകൊണ്ട് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം വേണമെന്നാണ് ബാങ്കുകാർ പറയുന്നത്. കാശ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. രാത്രി ആകുമ്പോഴത്തേക്ക് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ വരണ്ടേ? നോനോ, നിങ്ങൾ എന്നെ കാണാൻ വരണ്ട. പിന്നെ ഞാൻ ചികിത്സിക്കാൻ വരാറുള്ള ചേരിയുടെ അടുത്താണല്ലോ നിങ്ങളുടെ വീട്. ചികിത്സിക്കാൻ എന്നുള്ള മട്ടിൽ ഞാൻ നിങ്ങൾ വന്ന് കണ്ടോളാം. അതാ സേഫ്. പറഞ്ഞല്ലോ, ഈ ഡീൽ രഹസ്യമായിരിക്കണം. മൂന്നാമതൊരാൾക്ക് മനസ്സിലാവാത്ത രീതി വേണം സംസാരിക്കാൻ. എന്നാലേ ഞാൻ വരൂ. രാത്രി ഒരു 9 മണിക്ക് ശേഷം നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് എന്നോട് വന്ന് നിങ്ങളെ കാണാൻ പറയണം. മനസ്സിലായോ? തൽക്കാലം ഡോക്ടറിന്റെ പേഴ്സിലുള്ള എന്തിനാ? എന്താ ഇത്ര അത്യാവശ്യം കാശിന്? സ്റ്റഫ് എടുക്കാനോ? എനിക്ക് അതിലുണ്ട് പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇല്ല. പണം ഡ്രഗ്സിന് വേണ്ടിയാണെങ്കിൽ ഞാൻ വേറെ രീതി സഹായിക്കാം. ഇവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന പെത്തഡീൻ്റെ ഒരു സാമ്പിൾ തരാം. അത് മതിയോ? മതി, പെട്ടെന്ന്. ഇവിടെ വെച്ചാണ് അതൊക്കെ തരുന്നത്. രാത്രി പണമായിട്ട് വരുമ്പം ഞാൻ കൊണ്ടുവരാം. എന്നാ ശരി. ഒരു മിനിറ്റ്. നിങ്ങളിവിടെ വന്നിട്ട് ഞാൻ മരുന്നൊന്നും കുറിച്ചില്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ സംശയം തോന്നും. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ഗുളിക കുറിച്ച് തരാം. വലിയ വിലയൊന്നുമില്ല. ഇവിടുത്തെ ഫാർമസി തന്നെ മേടിച്ചോ. അപ്പോൾ പിന്നെ ആർക്കും സംശയം തോന്നില്ല. ഹലോ ഡോക്ടർ. എന്തായിരുന്നേ? ഡോക്ടർ, ഒരു പേഷ്യൻ്റ് വളരെ അജിറ്റേറ്റഡ് ആണ്. ഞാൻ സെറാട്ടോണിൻ കൊടുത്തിട്ടുണ്ട്. അയാളുടെ എത്ര പറഞ്ഞിട്ടും സൈക്കാട്രിസ്റ്റിനെ കാണാൻ തയ്യാറില്ല. ഞാൻ പക്ഷെ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അയാൾ നാളെ ഡോക്ടറിനെ കാണാൻ വേണ്ടി വരും. താങ്കൾക്ക് നാളെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാലോ. എന്താ അയാളുടെ പേര്? പേര് വിനായകൻ, കെ വിനായകൻ. ഓക്കെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഹലോ, ഞാൻ വിനായകനാ. എനിക്ക് തീരെ സുഖമില്ല. ഡോക്ടർ ഒന്ന് വരുമോ? ഞാൻ വരാം. കയറി പോരെ. കാശ് നാളത്തേക്ക് എത്തിക്കാം. നിങ്ങൾ ഉറപ്പ് പറഞ്ഞല്ലേ? അല്ല, അത് എൻ്റെ കുഴപ്പമല്ല. ബാങ്കിന്റെ സെർവർ ഡൗൺ ആയിരുന്നു. നാളത്തേക്ക് ഉറപ്പായിട്ട് റെഡിയാക്കാം. മറ്റേ കൊണ്ടുവന്നുണ്ടോ? ഓ യെസ്. പെത്തഡിയും കിട്ടിയില്ല. ഇത് അതിനേക്കാൾ നല്ല സാധനം. ഓ, രണ്ട് സെപ്പറേറ്റ് ഇഞ്ചക്ഷൻ ആയിട്ട് വേണം ഇതെടുക്കാൻ. അപ്പോഴാണ് എഫക്റ്റ് കൂടുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല എഫക്റ്റ് ഉണ്ട്. ഗുഡ്. ഇനി അടുത്തത്. കൈ പൊക്കാവുന്ന നോക്കി. ഇല്ല.
പറ്റണില്ലോ. ഇനി ആ കൈ ഒരിക്കലും പോകില്ല. ഞാൻ കുത്തിവെച്ചത് ലഹരിയല്ല, മരണമാണ്. നിന്നെ പോലത്തെ ഗുണ്ടകൾക്കൊരു വിചാരമുണ്ട്, കൊല്ലും കൊല്ലമൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ. തല്ലാനും കൊല്ലാനും ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചാൽ അതൊക്കെ നിന്നേക്കാൾ നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം. നിനക്കിനി 2 മിനിറ്റ് ജീവിതം ബാക്കിയുണ്ട്. എൻജോയ് ഇറ്റ്.